ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഷാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണേ. ഞാനിന്ന് ഇവിടെ ഒരു ബോട്ടിയാണ് വെക്കാൻ പോകുന്നത്, നാടൻ ബോട്ടി കേട്ടോ. ബോട്ടി നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാ ആളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പ്ലേ അടിക്കണേ. എന്നിട്ട് നമ്മളതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം. ബീഫിൻ്റെ ബോട്ടിക്ക് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. നന്നായിട്ട് തിരുമ്മി അതിൻ്റെ സത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് വരണം. എന്നിട്ട് നമ്മൾ പിന്നീട് വെള്ളം ഒഴിക്കുക. പക്ഷേ ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെ വെള്ളം ഇറങ്ങിയിട്ട് വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മസാലയൊക്കെ അതിൽ പിടിക്കണം നന്നായിട്ട്. പക്ഷേ ബീഫ് എന്ന് പറഞ്ഞ ബോട്ടി പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല വൃത്തിക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം ബീഫ് ബോട്ടി വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. സൺഫ്ലവർ ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ സവോള ഇട്ടിട്ട് വഴറ്റണം, നന്നായിട്ട് വഴറ്റുക. ഈ ബോട്ടി കണ്ണന്നാൽ തന്നെ നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. വൃത്തിയാക്കിയ ബോട്ടി ആയിരിക്കും, എന്നാലും പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഓരോ ബോട്ടിയുടെ ഇതെടുത്ത് നമ്മൾ നല്ലോണം ഇതാക്കണം. അതിന് ശേഷം ചെറിയുള്ളി, ഒരു 6 ചെറിയുള്ളി ചതച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ബോട്ടി നമ്മൾ കൊണ്ടുവന്നാൽ വെറുതെ പച്ചവെള്ളത്തിലല്ല കഴുകണം. ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്തൊരു 2 മിനിറ്റ് അതിനകത്ത് കിടന്ന് ഒന്ന് ഇതായിട്ട് എടുത്ത് ഊറ്റണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ കണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ പച്ചമുളക് ഇടുക. ഞാനിട്ടത് ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 5 പച്ചമുളക് ഇട്ടു. അതിന് ശേഷം നമ്മൾ വീഡിയോ ഓഫായിപ്പോയി, അതാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. എന്നിട്ട് നമ്മൾ ബീഫിൻ്റെ ആ കുറച്ച് ചാറ് അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ അടുത്ത ബോട്ടി കംപ്ലീറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം നല്ല ഫ്ലെയിമിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നീട് ചെറിയ ഫ്ലെയിമാക്കിയിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക. അതിന് ശേഷം കരിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ചെറിയ ഫ്ലെയിമിൽ കണ്ട നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. ആ വരട്ടല്ലാണ് നമ്മൾ ക്ഷമയോടുകൂടി ബോട്ടി ഉണ്ടാക്കുക. ഒരടുത്ത് നിന്ന് ക്ഷമയോടുകൂടി ഉണ്ടാക്കണം. അപ്പോൾ ബോട്ടി ഫ്രൈ തയ്യാറായിട്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കമൻ്റ് അയക്കണം കേട്ടോ.